എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്നോ. പിന്നെ ഇപ്പൊ പഹൽഗാം തീവ്രവാദി ആക്രമണമൊക്കെയല്ലേ? അതൊക്കെ കഴിഞ്ഞില്ലേ. ഞാൻ പറയണത് നമ്മുടെ നാട്ടിൽ മോഷണവും പിടിച്ചുപറിയും കൊലപാതകവും പെരുകുന്നു. അതിനെക്കുറിച്ചാണ്. ഇവിടെ സത്യവും ഇല്ല, വാക്കിന് വിലയില്ല. വാക്ക് പറഞ്ഞാലേ ഉറപ്പ് വേണം. ഇതിപ്പോ 4 മാസമായി തരാന്തരാന്ന് പറയണത്. ഞാനേ പാലജിലക്കേട് നടത്തുന്നേ മോഷം കിട്ടാനല്ല. നീ ഒന്ന് അടങ്ങന്റെ രാജു, തരാന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. വാക്കൊന്നും മാറ്റിയിട്ടില്ലല്ലോ. ആ വാക്ക് മാറ്റിപ്പിടി. തരാന്തരാന്ന് കേട്ട് മടുത്തു. ഇന്നാ പിടിച്ചോ നിന്റെ കാശെന്നും പറഞ്ഞ് നോട്ട് കയ്യിലേക്ക് വെച്ചതാ. പച്ചക്കറി സപ്ലൈ ചെയ്യുന്ന തൊട്ട് കറി പൗഡറുകാരൻ വരെ കാശും ചോദിച്ച് എന്റെ പുറകെ നടപ്പാ. പപ്പടക്കാരൻ ബാസുമല്ലേ ആ വരുന്നത്? അയ്യോ, എന്നാ എന്നെ കാണണ്ട, അവനും കുറെ കാശ് കൊടുക്കാനുണ്ട്. ഓ, അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞു. നീ ഈ വഴി വേണ്ട, റൂട്ട് മാറ്റി പിടിക്കാം. നാട്ടിൽ നടക്കുന്ന ആക്രമണങ്ങൾ എല്ലാം ഒരുപോലെയാണെന്ന് കരുതരുത്. ചിലതല്ലേ എരന്ന് വാങ്ങിക്കുന്നതാ. ശരിയാ, അത് കറക്റ്റാ. ആ സുരയോ, എന്താ ഇവിടെ? ആ സുര തന്നെ. ഈ വഴി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്റെ 2600 മുട്ടയുടെ കാശാണുള്ളത്. എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. കോഴിക്കും താറാവിനൊക്കെ തീറ്റ കൊടുത്താലേ അതുങ്ങൾ ഇങ്ങോട്ട് എന്തെങ്കിലും തരുള്ളൂ. അതിനെ കാശ് വേണം. അത്രേ ഉള്ളോ? നീ പറയണ കേട്ടാ തോന്നും ഈ മുട്ട മുഴുവൻ ഞാനാണ് പുഴുങ്ങിത്തുന്നതെന്ന്. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവി. എന്റെ മക്കളുടെയും കോഴിയുടെയും താറാവിന്റെ ഭാവി കഴിഞ്ഞിട്ട് മതി രാഷ്ട്രത്തിന്റെ ഭാവി. ഇങ്ങനെ തട്ടിപ്പോയിട്ടൊക്കെ നിങ്ങൾക്ക് നാണമില്ലേ? എന്റെ കാശിനെ എനിക്കൊരു ഉറപ്പ് വേണം. അതാണോ കാര്യം? എങ്കിൽ ഞാൻ പറയുന്നത് കേക്ക്. സുര ഇപ്പോ ധൈര്യമായിട്ട് വയ്ക്കൂ. എന്നിട്ട് തിങ്കളാഴ്ച വാ. അപ്പൊ ഞാൻ വേറൊരു അവധി പറയാം. ഇങ്ങനെ ആണുങ്ങളെപ്പോലെ വഴിക്കുക പറഞ്ഞ പോലെ. തിങ്കളാഴ്ച വേറെ അവധി പറയാന്നുള്ളത്. അതേ, ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് നമ്മൾ പലവട്ടം ആലോചിക്കണം. വാതുറന്ന മീഡിയക്കാർ അണ്ണാക്കിലേക്ക് മൈക്ക് കുത്തിക്കറ്റുന്ന കാലാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ട് ഈ ഡബിൾ മീനിങ് ഒക്കെ വന്നതുകൊണ്ടേ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ബോച്ചയെ പോലെ റിമാൻഡ് കിടന്ന് ആലോചിക്കേണ്ടി വരും. അഥവാ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പ്രശ്നത്തിന് വരികയാണെങ്കിൽ ഓടി രക്ഷപ്പെടുന്നതാണ് പ്രായോഗിക ബുദ്ധി. ഇന്നത്തെ കോട്ട കഴിഞ്ഞേ ഇനിയൊരു പ്രശ്നം കൂടി അഭിമുഖീകരിക്കാനുള്ള ത്രാണി എനിക്കില്ല. കൈക്കൂലിയാണോ? എനിക്ക് വേണ്ട. കൈക്കൂലി വാങ്ങരുതെന്നാണ് സർക്കാരും പോലീസും പറഞ്ഞേക്കുന്നത്. അതല്ല, എന്റെ പാലിന്റെ കാശുതാ. എനിക്കറിയാൻ മേടിക്കാൻ. നാളെ രാവിലെ ബസ് വന്നിറങ്ങുമ്പോഴേ സ്റ്റോപ്പിലുണ്ടാവും. പാൽക്കാരി ഗോമതിയോടാ കളി. പശുവിന്റെ മുഖച്ഛായ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവക്ക് ഗോമതി എന്ന് പേരിട്ടത്. നാട് മുഴുവൻ തട്ടിപ്പും പിടിച്ചുപറിയൊക്കെയാ. പേടിക്കണ്ട, ഇത് ആള് വേറെയാ. ഇന്നും ഒരുപാട് വഴിയൊക്കെ ചുറ്റിയാ മാഷേ. ആ, നാടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടിരിക്കാമല്ലോ. മാഷോ? ആ, തനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാ. നമ്മുടെ സ്കൂളിലെ ഹെഡ് മാഷ. സ്കൂളിലേക്ക് വരുന്ന വഴിയാ. ഈ കാട്ടിലും കണ്ടത്തിൽ കൂടെ കാണാം സ്കൂളിലേക്ക് പോണത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ നല്ല റോഡില്ലേ സ്കൂളിലേക്ക്? അതൊക്കെ ഉണ്ട്. പക്ഷേ പലചരക്കുകാരനെയും മുട്ടക്കാരനെയും പാൽക്കാരനെയും ഒക്കെ കാണാണ്ട് സ്കൂളിലെത്തണമെങ്കിൽ വഴി ഒരുപാട് വളഞ്ഞ് സഞ്ചരിക്കേണ്ടി വരും. അപ്പൊ ശരി മാഷേ. ആ, പിന്നെ നമ്മുടെ ചിക്കൻകാരൻ അന്വേഷിച്ചായിരുന്നു. ഇനി വൈകിട്ടേ വരുള്ളൂ. ഇന്ന് വൈകിട്ട് ഞാൻ നേരത്തെ പോവും. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിലുള്ള ഫണ്ടൊക്കെ മുഴുവൻ സർക്കാരല്ലേ കൊടുക്കുന്നത്? പേരിനൊരു ഫണ്ട്. അത് സമയത്തിന് കിട്ടിയാലല്ലേ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അത് കിട്ടണവരെ ഹെഡ് മാഷുമാർ പലചരക്കുകാരെയും പാൽക്കാരനെയൊക്കെ ഒളിച്ച് നടക്കേണ്ടി വരും. ഇപ്പൊ എല്ലാ സ്കൂളിലും ഇത് തന്നെയാണ് അവസ്ഥ. ആഴ്ചയിൽ ഒരിക്കൽ ചിക്കൻ കൊടുക്കണമെന്നൊക്കെ മിനിമം. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ക്ലബിന്റെ വാർഷികം ആരാ ഏറ്റത്? ധോണി മുതലാളി. എന്നിട്ട് നിങ്ങൾ പരിപാടി നടത്തിക്കോ, കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞ് ജോണി ബാംഗ്ലൂർക്ക് പോയി. നിങ്ങൾ ജോണിയുടെ പേരും വെച്ച് നോട്ടീസ് അടിച്ചു.
മാർഗനിർദ്ദേശം എന്ന് വെച്ചാൽ പുള്ളി പോയി. ഞങ്ങൾ കയ്യിൽ നിന്നെടുത്തും പിരിവ് നടത്തിയൊക്കെ എന്റെ മോതിരം ഇപ്പോഴും പണയത്തിലാണ്. എന്നിട്ട് മുതലാളി കാശ് തന്ന? ഒരു മാസം കഴിഞ്ഞ് 10,000 രൂപ. എന്ത് ചെലവായി? 25,000 രൂപ. അതുപോലെ തന്നെ ഇതും.